നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മനോജ് മയിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും പൊതുവേ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 10-15 മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തായാലും പൊതുവേ സമാധാനപരമാണ്. സംഘർഷങ്ങളൊന്നും വലിയ തോതിൽ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. എന്തായാലും നമുക്ക് മനോജിനോട് തന്നെ ചോദിക്കാം. മനോജ്, ഈ പടയൊരുക്കം പോലുള്ള പരിപാടികളുമായിട്ട് കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം വാർത്തയും അതുപോലെ തന്നെ വാർത്താധിഷ്ഠിത പരിപാടികളുമായി നടന്ന ഒരാളാണ് താങ്കൾ. ഒരു മാധ്യമപ്രവർത്തനാണ്. അതുതന്നെ കണ്ണൂരിൻ്റെ പൊതുവെയുള്ളൊരു ചിത്രം എന്താണ്? കണ്ണൂർ കുറച്ച് വിവാദങ്ങളുണ്ടായി, അതുപോലെ തന്നെ പല വിഷയങ്ങളുണ്ടായി. കണ്ണൂരിൻ്റെ ഒരു സമഗ്രമായൊരു ചിത്രം എന്താണ്? ഷിനിത്ത്, നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 11 നിയമസഭാ മണ്ഡലങ്ങളിലും സന്ദർശിച്ചിരുന്നു. അവരുടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഒരു മണ്ഡലത്തിൻ്റെ പൾസ് അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ നടത്തിയിരുന്നത്. അതായത് അവിടെ പോയി ആളുകളോട് സംസാരിച്ചു, സ്ഥാനാർത്ഥികളോട് നേരിട്ട് സംസാരിച്ചു. ഇതൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ഡലങ്ങളിൽ ചെന്നപ്പോൾ MLA മാർക്കെതിരെ ഒരു വികാരം എവിടെയും കണ്ടെത്തിയില്ല. UDF ആയാലും LDF ആയാലും MLA മാർക്കെതിരെ. ഇപ്പോൾ ഇരിക്കൂറിൽ പോകുമ്പോൾ അവിടെ സജീവ് ജോസഫിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വികാരം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു വികാരം അവിടെ കണ്ടില്ല. പേരാവൂരിലും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. സണ്ണി ജോസഫിന് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വികാരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിലും. 9 LDFന്റെ MLA മാരാണ്. MLA മാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വികാരം നമ്മൾ മണ്ഡലങ്ങളിൽ കണ്ടില്ല, അവരോട് സംസാരിക്കുമ്പോൾ കണ്ടില്ല. നമ്മൾ പല കടകളിലും മറ്റും റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ ഒക്കെ അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് MLA മാർക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ രീതിയിലൊരു അഭിപ്രായ വ്യത്യാസം അവരാരും പറഞ്ഞിട്ടില്ല. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. സാധാരണ വലിയ തോതിലുള്ള വിമർശനമൊക്കെ വരുന്നതാണ്. MLA മാർക്കെതിരെ MLA മാറ്റണം, അല്ലെങ്കിൽ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയാറുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നത് അത് നേരിയൊരു എഡ്ജ് എന്തായാലും LDFന് ഉള്ള ഒരു എഡ്ജ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ 98ഓളം MLA മാർ LDFനുണ്ട്. അവരുടെ ആ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ ഒരു തുടർ ഭരണത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ MLA മാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വികാരമില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ വലിയ ആത്മവിശ്വാസം. അതുപോലെ തന്നെ ഭരണത്തിനെതിരെ ഒരു വികാരം ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കി അത് എല്ലാവർക്കും അനുഭവഭേദ്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. റോഡായാലും പാലങ്ങളായാലും ആശുപത്രിയായാലും സ്കൂളായാലും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ തുടർച്ചയായി ഇങ്ങനെ ഭരണത്തിൽ പോകുമ്പോഴുണ്ടാകുന്ന ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം വേണ്ടേ എന്നൊരു ചിന്ത, അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി വരാൻ സാധ്യത. അതെ, അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണത്തിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നു? അല്ല, ആ രീതിയിൽ ആളുകൾ വലിയ രീതിയിൽ ഒരു മാറ്റം വേണം എന്നൊക്കെ നമ്മളോട് തുറന്നു പറയുന്നില്ലെങ്കിൽ കൂടി മാറ്റം, പരീക്ഷണങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ച ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു വലിയൊരു ഭരണവിരുദ്ധ വികാരമായി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മാറ്റത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ആലോചന ഇതൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു സംശയം മാത്രമാണ്. വളരെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ളൊരു മണ്ഡലമാണ് കണ്ണൂർ ജില്ല. പക്ഷേ ഇത്തവണ കണ്ണൂരിൽ വലിയ 2 വിമത ശബ്ദം ഉയരുകയുണ്ടായി. ഇത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചത്. തീർച്ചയായും ഷിനിത സൂചിപ്പിച്ചത് തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടൽ തന്നെയാണത്. കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്കെതിരെ വിമർശനങ്ങൾ വരുന്നു. ആ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയാണ് CPM. ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഒരാൾ പാർട്ടിക്കെതിരെ നീങ്ങുക, മറുചേരിയിൽ പോയി മത്സരിക്കുക എന്നൊക്കെ കണ്ണൂരിൽ സംഭവിച്ചത് CPMനെ പൊതുവെ അങ്ങനെ കാണാറില്ല. ഒരു സ്ഥലത്തും കാണാറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് G സുധാകരനെ പോലുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ വലിയ തോതിലുള്ള അത് ഇത്തവണ ഈ തുടർ ഭരണത്തിന്റെ ഒരു ആലസ്യത്തിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും.
ഈ രണ്ട് മണ്ഡലങ്ങളുടെയും സ്ഥിതി എന്താണ്? പയ്യന്നൂരായാലും തളിപ്പറമ്പായാലും ശക്തി കേന്ദ്രങ്ങളാണ്. ഈ രണ്ട് മണ്ഡലങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളക്കം സൃഷ്ടിക്കാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ഒരു പൊതുവായ വിലയിരുത്തൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ അട്ടിമറിയൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. അതായത് ഇപ്പോൾ വോട്ടെടുപ്പ് കഴിയാറായിരിക്കുകയാണ്. വലിയ പോളിംഗ്, അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഏറ്റവും അവസാനത്തെ വിവരം അനുസരിച്ച് പയ്യന്നൂരിൽ കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. അവിടെ 80% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണയും വലിയ പോളിംഗ് അവിടെ നടന്നിരുന്നു. ഇത്തവണ SIR-മായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ മരണപ്പെട്ട ആളുകളെ, സ്ഥലത്തില്ലാത്ത ആളുകളെ ഒക്കെ തന്നെ നീക്കം ചെയ്തിട്ട് അപ്പോൾ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഒരു സംക്ഷിപ്ത രൂപമായി മാറി, ഒരു യഥാർത്ഥ വോട്ടർമാരുടെ ഒരു പട്ടികയായി അത് മാറി. അപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വരുന്നില്ലെങ്കിൽ കൂടി ശതമാനത്തിന്റെ കണക്കെടുക്കുമ്പോൾ വലിയ വർധനവ് വരാൻ സാധ്യതയുണ്ട്. പയ്യന്നൂരിൽ ഇപ്പോൾ തന്നെ 80% പോളിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ 85-ന് മുകളിൽ ഒരു 90 ഒക്കെ അവിടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി CPM, അതായത് CPM അവിടെ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. തങ്ങളുടെ ഒരു വോട്ട് പോലും പാഴാക്കാൻ പാടില്ല, വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ബൈറ്റ് കാണാം. അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അല്ല, ജനങ്ങളാകെ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യുന്ന LDF-നെ കൂടാണ്. പിന്നെ എന്താ, ഇവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ 52%-ലധികം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. 52% വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടാണ്. അപ്പോൾ പയ്യന്നൂർ അതുപോലെ തന്നെയാണ്, അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അതിൽ യാതൊരു ഉത്കണ്ഠ ഉണ്ടാവേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ കേരളത്തിലാകെ നല്ല രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ജനങ്ങളുള്ളത് എന്നുള്ളതാണ് സംഭവം. പോളിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞാൽ അത് പൊതുവെ LDF-നെതിരാണെന്നുള്ളൊരു പഴയ ഒരു തെറ്റായ പ്രചരണം മാത്രമാണ്. അത് അങ്ങനെയാണ് ചില ആൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. നല്ല പോളിംഗ് ഉള്ളപ്പോൾ തന്നെയാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വന്നത്. അതിനേക്കാളും കുറഞ്ഞ പോളിംഗ് ഉള്ളപ്പോഴാണ് രണ്ടാമത്തെ പ്രാവശ്യം വന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കുറയുന്നതുകൊണ്ടോ പോളിംഗ് കൂടുന്നതുകൊണ്ടോ എന്തെങ്കിലും വ്യത്യാസം വരാൻ പോകുന്നില്ല. ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. വളരെ ഫലപ്രദമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പോളിംഗിൻ്റെ ഭാഗമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങളെ പരമാവധി വോട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം. അതിനനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ വർധനവാണ് യഥാർത്ഥത്തിൽ ഇപ്പം കാണാൻ കഴിയുന്നത്. ഇനിയും ബാക്കിയുള്ളവർ കൂടി വോട്ട് ചെയ്യുന്നതോടുകൂടി കുറേയും കൂടി നല്ല റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മുന്നേറ്റമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളാകെ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലം, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രതികൂലമാണെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ഞാൻ ഈ പ്രതികരണം കേൾപ്പിക്കാനുണ്ട ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് നമുക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് LDF-ന് അനുകൂലമാണ്, പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ അത് UDF-നാണ്. അത് പാടെ തള്ളുകയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൂടെ ഉൾപ്പെടുത്തുക. ഷിനിത, അത് നമ്മൾ ഈ SIR-ന് മുമ്പുള്ള ഒരു കണക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ ആ രീതിയിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം വെച്ച് മാത്രം അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും നമ്മൾ അവരോട് സംസാരിച്ചു. ഈ 50% ഒക്കെ ആയിരുന്നു ഉച്ചക്ക് 12 മണിയാകുമ്പോൾ 50% പേർ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ SIR-മായി ബന്ധപ്പെട്ട് ഈ വോട്ടർ പട്ടിക ഈ പരിഷ്കരിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് അത് എന്നാണ്. അതായത് നാട്ടിലുള്ള ആളുകൾ ഉള്ള ഒരു വോട്ടർ പട്ടിക ഇപ്പോൾ മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ശതമാനത്തിൻ്റെ കണക്ക് വെച്ച് ഇത് ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് LDF-ഉം UDF-ഉം എല്ലാവരും ആ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. അവർ നോക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവരവരുടെ കേന്ദ്രങ്ങളിൽ ഏത് രീതിയിലാണ് പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളത്. CPM നേതാക്കളോട് ചോദിച്ചപ്പോൾ പണ്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ആദ്യം തന്നെ വോട്ടുകളൊക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ട് അത് ശരിയുമാണ്. പോളിംഗ് ശതമാനം കുറയുന്ന ഘട്ടത്തിലൊക്കെ LDF-ന് അനുകൂലമായ വിധി കേരളത്തിൽ വന്നിട്ടുണ്ട്. പോളിംഗ് കൂടുമ്പോൾ UDF-ന് അനുകൂലമായ ഒരു സ്ഥിതിയും വന്നിട്ടുണ്ട്. പക്ഷേ അത് പാടെ തള്ളിയിരിക്കുകയാണ് MP ഗോവിന്ദൻ പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഈ പോളിംഗ് ശതമാനത്തിന്റെ വലിയ വർധനവ് വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വരുന്നില്ല, ശതമാനത്തിൽ മാത്രമാണ് വർധനവ് വരുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ ജീവിച്ചിരിക്കുന്നവരും ഈ സ്ഥലത്തുള്ളവരും മാത്രമാണ് വോട്ടർ പട്ടികയിലുള്ളത്. അപ്പോൾ
ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അവർ മാത്രമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ അങ്ങനെയല്ല, എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമായിരുന്നു. അതിൽ കുറച്ച് പേർ മാത്രം വോട്ട് ചെയ്യുന്നു. അപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നു. വോട്ടർമാരുടെ എണ്ണം ഏതാണ്ട് തുല്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് MV ഗോവിന്ദൻ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഈ കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ഈ പയ്യന്നൂർ തളിപ്പറമ്പ് വിഷയത്തിലേക്ക്, പയ്യന്നൂരും തളിപ്പറമ്പിലും പോളിംഗ് ഏറ്റവും കൂടുതൽ തളിപ്പറമ്പിലാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80% അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. 82% അവിടെയും വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പോളിംഗ് ശതമാനം എങ്ങനെയാണ്, എന്താണ്, ഒരു അടിയൊഴുക്കാണോ ഇത്, അല്ല ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPM പാർട്ടിക്ക് ഒരു പോറലേൽക്കുമ്പോഴാണ് സഖാക്കൾ എല്ലാവരും ഒരുമിക്കുക എന്നത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെ അടിത്തട്ടിൽ CPM-ന്റെ ഭാഗത്ത് നിന്നും ഈ പയ്യന്നൂരിലായാലും ഈ തളിപ്പറമ്പിലായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാനും വോട്ടർമാരെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനും ഈ കേഡർമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ, CPM-ന്റെ പ്രവർത്തക നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതോടൊപ്പം തന്നെ സൈലന്റായി ഏതെങ്കിലും തരത്തിൽ CPM-നെതിരെ ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ശക്തമായ പോളിംഗ് നടക്കുന്നുണ്ടോ, ഇതൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കേരളം ഉറ്റുനോക്കുന്നതാണ്. ഈ 2 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് പേരാവൂർ ഉൾപ്പെടെ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഈ പേരാവൂരിൽ സണ്ണി ജോസഫ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നേതാക്കളിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ വോട്ടർമാരിൽ നിന്നല്ല. ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും കത്ത് വിവാദമായാലും ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ ഒരു നേതാവ് വന്നിട്ട് സണ്ണി ജോസഫിനെതിരെ പ്രതികരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ UDF-ന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു വിഷയമായി വരുമോ, ഇത് വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ളതൊക്കെ ഒരു ചർച്ചാ വിഷയമാണ്. ഈ നമ്മൾ തളിപ്പറമ്പിന്റെയും പയ്യന്നൂരിന്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് അത് CPM-നെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ പേരാവൂരുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ സണ്ണി ജോസഫ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധി കോൺഗ്രസിൽ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റാണ്. UDF-ന് അധികാരം കിട്ടിയാൽ മന്ത്രിസ്ഥാനത്തേക്ക് വരേണ്ട ആളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പേരാവൂരിന്റെ കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. അവിടെ ഏത് തരത്തിലുള്ള അടിയൊഴുക്കാണ് നടക്കുന്നത് എന്നത് വലിയ ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ KK ശൈലജ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് മണ്ഡലത്തിന്റെ ആ പൊതു സ്വഭാവം, അതായത് UDF-ന്റെ അനുകൂലമായ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ സണ്ണി ജോസഫ് തന്നെയാണ് അവിടെ വിജയിച്ചു വന്നത്. പക്ഷേ അവിടുത്തെ എപ്പോഴും ഒരു ഭൂരിപക്ഷം, ഏറ്റവും കൂടിയ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 7000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം, ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ 3000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് സണ്ണി ജോസഫിന് പേരാവൂരിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പാലം വലി അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കത്ത്. അതായത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ ജയസാധ്യത കുറവാണ് എന്ന് കാട്ടി അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന സണ്ണി ജോസഫ് ഹൈക്കമാൻഡിന് ഒരു കത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് കെ സുധാകരൻ അനുകൂലികൾ, കെ സുധാകരൻ തന്നെയും അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ടാകും. അത് വലിയ രീതിയിൽ അടിയൊഴുക്കുണ്ടാക്കുമോ എന്ന ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ അടിത്തട്ടിൽ നടന്നിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം കെ സുധാകരൻ അവിടെ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് ഒരു തവണ മാത്രമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. പക്ഷെ അതും വലിയ രീതിയിലുള്ള ചർച്ച കുറെ ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കെ സുധാകരൻ പ്രചരണത്തിന് പോയത്. കെ സുധാകരൻ എന്തായാലും അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് മനോജിന്റെ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ നാക്കുപിഴ ഉണ്ടായിരുന്നു, വികസനം തുടർ ഭരണം അവസാനിക്കാറായോ എന്ന് ചോദിക്കുമ്പോൾ തുടർ ഭരണം അവസാനിക്കില്ല എന്നുള്ള രീതിയിൽ അത് ഒരു തന്നെ അത് തിരുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം. എന്തായാലും ഇതേപോലെ തന്നെ NDAയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലൊന്നുമല്ല, മറിച്ച് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക എന്നത് മാത്രമല്ല, ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകും. അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, ഒരു തൂക്ക് മന്ത്രിസഭയുണ്ടാകും, അതിൽ തങ്ങൾ നിർണായകമാകും എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു.
വലിയ ആത്മവിശ്വാസം ഇത്തവണ. അതായത് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP പറഞ്ഞിരുന്നത് നമ്മൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ് എന്ന് അവർ തന്നെ പറയാറുണ്ട്. സ്ഥാനാർത്ഥികൾ തന്നെ ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും നേതാക്കളിൽ നിന്നൊക്കെ വന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഈ നേതാക്കളായാലും സ്ഥാനാർത്ഥികളായാലും പറഞ്ഞു ജയിക്കും എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ വെച്ച് അവർ അത്തരത്തിൽ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. 30 സീറ്റ് കിട്ടിയാൽ നമ്മൾ ഭരണത്തിൽ പോകും കെ സുരേന്ദ്രൻ പറഞ്ഞതാണ്. പക്ഷേ എന്താണ് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത അതുപോലെയല്ല ഇപ്പോൾ ഇത്തവണ. പക്ഷേ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ പാർലമെന്റ് സീറ്റിലാണ് BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച സുരേഷ് ഗോപി വിജയിച്ചത്. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ BJPക്ക് കൂട്ടമായി വോട്ട് ചെയ്യാൻ മടിയുള്ള ആളുകൾ ഒന്നുമല്ല ഇല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. 10 ഇടങ്ങളിലാണ് 10 നിയമസഭാ സീറ്റുകളിലാണ് BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അവരെ പൂർണ്ണമായും ഒഴിവാക്കി അല്ലെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായും തട്ടിക്കളയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ദേശീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ആ ഒരു അലയൊലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ല. സാധ്യതയില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഈ BJP വിജയിച്ച ആ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിരുവനന്തപുരത്ത് അവർക്ക് ഈ നഗരസഭ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എങ്കിൽ കൂടി മറ്റിടങ്ങളിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ BJP ഇത്തവണ ലക്ഷ്യമിടുന്നത് ചുരുങ്ങിയത് 5 സീറ്റിലെങ്കിലും ജയിക്കണം എന്നുള്ളതാണ് അവരുടെ ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നേമത്ത് അവർ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാലക്കാടും വലിയ പ്രതീക്ഷയുണ്ട്. അത് വലിയ തിരിച്ചടിയാണ്, അവരുടെ മുഖത്ത് ഏറ്റ അടിയായി മാറുകയാണ്. ആ പാലക്കാട്ടെ വിവാദം എന്ന് പറയുന്നത് NDAയുടെ സാധ്യതകളെ തന്നെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കും എന്ന ഒരു പ്രതീതി പോലും ഉണ്ടായിരുന്ന ഈ പത്രങ്ങൾ വന്ന് തലക്കെട്ട് ശ്രദ്ധിച്ചിരുന്ന ശോഭ കെടുത്തി സത്യമാണത്. ശോഭ കെട്ടുപോയി, NDAയുടെ ശോഭ കെട്ടുപോയി എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഇതാ കൂടുതൽ സീറ്റുകൾ, ഒന്നിലധികം സീറ്റുകൾ, 2, 3, 5 സീറ്റുകൾ നേടാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നിടത്ത് നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ശോഭ കെടുത്തുന്നത് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു തൂക്കു മന്ത്രിസഭ വരാനുള്ള സാധ്യതയൊന്നും നമ്മൾ പൊതുവെ നിരീക്ഷകരൊന്നും പറയുന്നതായി കേൾക്കുന്നില്ല. അതിനുള്ള സാധ്യത നമുക്ക് ഒരു ഘട്ടത്തിലും ഒരു പക്ഷേ 5 സീറ്റ് ഒക്കെ BJP വരികയും അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുമോ എന്നത് ഒരു നമുക്ക് അങ്ങനെ കേരളത്തിൽ സംഭവിക്കുമോ എന്നത് ആശ്ചര്യത്തോടു കൂടി മാത്രം നോക്കി കാണേണ്ട ഒരു വിഷയമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത്. ഏതായാലും വലിയ 100 സീറ്റ് എന്നൊക്കെ പറഞ്ഞ് LDF ആയാലും UDF ആയാലും 100 സീറ്റ് എന്നൊക്കെ പറയുന്ന ആ വാദത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു തരംഗം, ഒരു ഭരണവിരുദ്ധ തരംഗം, ഒരു UDFന് അനുകൂലമായ ഒരു തരംഗം, അതിന് സാധ്യത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. പറയാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള തരംഗം ഒന്നുമില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDFനും NDAക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ സാഹചര്യത്തിൽ നിന്നും ഒരു സാഹചര്യം LDFന് പൂർണ്ണമായും LDFനെ മാറ്റി നിർത്തുന്ന, ഇപ്പം മതന്യൂനപക്ഷങ്ങളായാലും LDFനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ആ സാഹചര്യത്തിൽ നിന്നും അല്പം പിറകോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ നേതാക്കളൊക്കെ ആയി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും UDFിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ വിവിധ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാന്തപുരം സുന്നി വിഭാഗം, അവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പൂർണ്ണമായും UDFനെ പിന്തുണക്കുക എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ല ഇല്ല. ഒരു ഘട്ടത്തിൽ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് LDFന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അത് അങ്ങനെ ഒരു തീരുമാനവും അവരെടുത്തിട്ടില്ല. പക്ഷേ LDFനെ പൂർണ്ണമായും M ബ്ലോക്കായി ഇങ്ങനെ ആക്രമിക്കുക അല്ലെങ്കിൽ അവർക്കെതിരായ ഒരു വോട്ട് ചെയ്യുക എന്ന ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല എന്ന് തന്നെ അവരുടെ നേതൃത്വം പറയുന്നുണ്ട്.
ഈ LDF-നോട് തൊട്ടുകൂടായ്മ എന്ന ഒരു കാര്യം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഈ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് അവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഗൃഹസമ്പർക്കമൊക്കെ LDF നടത്തി, CPM നടത്തി, അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു തരംഗത്തിന്റെ സാധ്യത, ന്യൂനപക്ഷ വോട്ടുകളുടെ പൂർണ്ണമായ ഏകീകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് UDF-ന് 100 സീറ്റ് എന്ന ഒരു അവരുടെ ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുക തന്നെയാണ് ഞാൻ. എന്തായാലും വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അവസാന ശതമാന കണക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തായാലും പോളിംഗ് ശതമാനം ഇപ്പം വരുന്നതല്ല, അതിൻ്റെ കുറച്ച് കഴിയുമ്പം ശതമാനം കൃത്യമായി നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും വലിയ തോതിലുള്ള കനത്ത ഒരു പോളിംഗ് ശതമാനം തന്നെ ഉണ്ടാകുന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പോളിംഗ് ശതമാനത്തിന്റെ അന്തിമമായ ഒരു കണക്ക് വന്നിട്ടില്ല, അല്പസമയത്തിനകം നൽകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6:30 മാത്രമേ നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ അന്തിമമായ എങ്കിൽ കൂടി ഒരു അനൗദ്യോഗികമായ ഒരു കണക്ക് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ 80% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിലേറ്റവും കൂടുതൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ തന്നെയാണ് പോളിംഗ് കൂടിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും കനത്ത പോളിംഗിലേക്ക് തന്നെ പോകുന്നു. അവിടെയും 80-85% എന്തായാലും പോളിംഗ് എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകളൊന്നുമില്ലെങ്കിൽ എങ്ങനെയാകും ഈ ഫലം എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വോട്ടെടുപ്പിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ചെറിയ ഏതെങ്കിലും പോളിംഗ് ബൂത്തുകളിൽ ചെറിയ നീണ്ട നിരയോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് സ്ലിപ്പ് കൊടുക്കുന്നൊരു സംവിധാനമായിരിക്കും ഉണ്ടാകുക. എന്തായാലും വോട്ടെടുപ്പ് സമാപിച്ചിരിക്കുന്നു. നമുക്കിനി വോട്ടെണ്ണുമ്പോൾ അറിയാം ജനവിധി എന്താണ് എന്നുള്ളത്. മനോജ്, നമുക്ക് അവസാനിപ്പിക്കാം. ശരി.